ഹായ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, SSLC മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട 4 ഫിഗറുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ 4 ഫിഗർ നിങ്ങൾ പഠിച്ചു വെച്ച സിമ്പിളായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാം. നോക്കുക, ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ മിഡ് പോയിന്റ്, ഓക്കെ അല്ലേ? സർക്കിളിന്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആംഗിളിനെ പറയുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്ന് പറയുന്നത്. ഈ കേന്ദ്ര കോണിന് ഓപ്പോസിറ്റിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾ അഥവാ മറുകോണ് എന്ന് പറയുന്നത്. നോക്കുക, ഈ രണ്ട് കോണുകൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാല് ഈ കോണ് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? അതിന്റെ ഇരട്ടിയായിരിക്കും, ഓക്കെ അല്ലെ? അഥവാ ഇത് 50 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 100 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് 120 ആയിരിക്കും, ഓക്കെ അല്ലെ? ഇനി നമുക്ക് നേരെ തിരിച്ചും പറയാം. ഇത് 120 ആണെങ്കിൽ കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും ഈ കോൺ എന്ന് പറയുന്നത്, ഓക്കെ അല്ലെ? അങ്ങനെ നമുക്ക് പറയാം. ഇനി ഇതിൽ എത്ര കോണുകൾ ഉണ്ടാക്കിയാലും അഥവാ ഈ ചാപത്തിൽ ഈ ആർക്കിൽ എത്ര ആംഗിൾസ് ഉണ്ടാക്കിയാലും അതൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക, ഓക്കെ അല്ലെ? ഇനി അതുപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ അഥവാ ഈ ലെങ്ത് ഓഫ് ആർക്കിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിയാല് ഇവർ രണ്ടാളും തമ്മിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നോക്കുക, ഈ ആംഗിളും അതേപോലെ തന്നെ ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? 180 ആണ് അതിന്റെ സമ്മ്. സോ ആയതുകൊണ്ട് ഈ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് ഇവിടെയുള്ള ആംഗിൾ എക്സ് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അതായത് ഇത് 50 ആണെങ്കിൽ ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് 50 കുറച്ചതായിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ഫിഗർ, ഓക്കെ. ദെൻ സെക്കൻഡ് ഫിഗർ എന്ന് പറഞ്ഞാല് ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ മിഡ് പോയിന്റിലൂടെ ഒരു ഡയമീറ്റർ പോകുന്നുണ്ട്, വ്യാസം പോണുണ്ട്. അപ്പൊ ഈ ചാപത്ത് അതായത് ഈ ഒരു വ്യാസത്തിലൂടെ വ്യാസത്തിന്റെ രണ്ട് എൻഡിൽ നിന്ന് ഒരു കോൺ ഉണ്ടാക്കിയാല് ഈ കോണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അത് മട്ട കോണായിരിക്കും അഥവാ 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് എന്ത് സർക്കിളാണ്? സെമി സർക്കിളാണ് അഥവാ അർദ്ധവൃത്തമാണ്, ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, അർദ്ധവൃത്തത്തിലെ ഏതൊരു കോണും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് ഫിഗറുകള്, ഓക്കെ. then നമുക്ക് മൂന്നാമത്തെ ഫിഗർ നോക്കാം. ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ കേന്ദ്രഭാഗത്തിലൂടെ അഥവാ ഡയമീറ്ററിലൂടെ നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റിയാണ് തന്നിട്ടുള്ളത്. രണ്ട് ട്രയാങ്കിൾസ് ആക്കി തന്നിട്ടുണ്ട്. ദെൻ ഈ ട്രയാങ്കിൾസിന് ഒരു പ്രത്യേകത ഉണ്ട്. നോക്കാം, ഈ ട്രയാങ്കിൾസിന്റെ ഇത്രയും ഭാഗവും ഇതെന്തായിരിക്കും? റേഡിയസ് ആണ് അല്ലെ? സർക്കിളിന്റെ റേഡിയസ് ആണ്, ആരമാണ്. അതേപോലെ തന്നെ ഇതും എന്തായിരിക്കും? റേഡിയസ് ആണ്, ആരമാണ്. ദെൻ ഇത് രണ്ടാമത്തെ ഈ ത്രികോണം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇതും എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ്. ദെൻ ആ ത്രികോണത്തിന്റെ ഈ വശവും എന്തായിരിക്കും? സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതെന്ത് ത്രികോണാണ്? സമപാർശ്വ ത്രികോണങ്ങളാണ് അഥവാ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഐസോസിലസ് ട്രയാങ്കിൾ പ്രത്യേകത എന്താ വെച്ചാല് ഈ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. സോ ആയതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഈ വശത്തിന് വരുന്ന ഈ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ദെൻ ഇത് വൈ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ വശം എന്തായിരിക്കും? വൈ ആയിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട തേർഡ് ഫിഗർ. ദെൻ ഫോർത്ത് ഫിഗർ എന്ന് പറയുന്നത് ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളില് ഒരു കോഡിലാറ്ററൽ തന്നിട്ടുണ്ട്, ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. ഈ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഈ കോണ് എക്സ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോൺ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ദെൻ ഈ കോണ് വൈ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ കോൺ എന്തായിരിക്കും? 180 മൈനസ് വൈ ആയിരിക്കും. കാരണം എന്താണ്? ഒരു ചതുർഭുജത്തിലെ മാത്രമല്ല, ഇത് മനസ്സിലാക്കുക, ഇത് എന്ത് ചതുർഭുജാണ്? സൈക്ലിക് കോഡിലാറ്ററൽ ആണ്. കാരണം ആ കോഡിലാറ്ററിന്റെ 4 പോയിന്റുകൾ, 4 വെർട്ടെക്സ്, 4 മൂലകളും സർക്കിളിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. സോ ആയതുകൊണ്ട് ഇതെന്താണ്? സൈക്ലിക് കോഡിലാറ്ററൽ ആണ്. സൈക്ലിക് കോഡിലാറ്ററിന്റെ എതിർ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സം എന്തായിരിക്കും? 180 ആയിരിക്കും. സോ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഈ 4 ഫിഗറുകളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്റർ പഠിച്ചു വെക്കേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ മാർക്കുമായി ബന്ധപ്പെട്ട് എത്ര മാർക്കിന് ചോദിച്ചാലും നമ്മൾ അത് മാർക്ക് ഫുൾ ആയിട്ട് നിങ്ങൾ സ്കോർ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.